നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വാടിയുടെ തൊട്ടുപോകരുത് അവളെ. നിങ്ങൾ ഇവളുടെ മാതാപിതാക്കളാണെന്ന് നിങ്ങൾ പറഞ്ഞ അറിവേ ഉള്ളൂ എനിക്ക്. എന്നെ ബോധ്യപ്പെടുത്തണം. അമ്മ എന്നെ മധുശ്രീ കല്യാണം കഴിക്കാൻ നിർബന്ധിച്ചപ്പോ പിടിച്ചു നിൽക്കാൻ മറ്റൊരു നിവർത്തിയില്ലാതെ വന്നപ്പോ ഇവിടെ സ്നേഹിക്കുന്ന ഹർഷൽ എന്ന് പറയുന്ന ആള് അവൻ തിരിച്ചെത്തുന്നവരെ ഇവിടെ എന്റെ ഭാര്യയായിട്ട് നിങ്ങളുടെ കൂമ്പിൽ കഴിയാന്നുള്ള കരാറില് ഞാൻ വിളിച്ചോണ്ട് വന്ന ഇവിടെ ഈ താലി ഞാൻ കിട്ടിയൊന്നുമല്ല. മറ്റൊരു നിവർത്തിയില്ലാതെ അഴിച്ചു കളി. എന്നോട് ഊരാൻ പറഞ്ഞു. അതൊരു വിശ്വാസത്തില്ല ഞാൻ എന്റെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നത്. അമ്മേ ഇവിടെ വിശ്വസിക്കരുത്. ഇവിടെ കള്ളിയാ, പേരും കള്ളി. വിഷ്ണുട്ടാ എന്തൊക്കെയായി പറയുന്നേ? പറഞ്ഞു വിശ്വസിപ്പിച്ചതല്ലേ എന്നെ. എന്നിട്ട് ഇവളെ കണ്ടപ്പോ എന്നെ ഒഴിവാക്കല്ലേ? എന്നെ ഒഴിവാക്കല്ലേ വിഷ്ണുട്ട? വിഷ്ണുട്ടനെ മാത്രം കണ്ടോണ്ട് അച്ഛനെ അമ്മയും വരെ ഒഴിവാക്കി വന്നതാ ഞാൻ. വിഷ്ണുട്ടൻ കൂടി കൈയൊഴിഞ്ഞാ പിന്നെ എനിക്ക് മരണമല്ലാതെ മറ്റൊരു മാർഗം ഇല്ല. ശാലിനി പറയുന്നത് കേട്ട് എന്നെ കൈയൊഴിയല്ലേ വിഷ്ണുട്ടാ? സത്യമേ, ശാലിനി ഇനി ഒരിക്കലും വിഷ്ണുവേട്ടന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ലെന്ന് ഉറപ്പ് പറഞ്ഞതുകൊണ്ടാ ഞാൻ വിഷ്ണുവേട്ടന്റെ ഒപ്പം ഇറങ്ങി വന്നത്. അല്ലാതെ ഈ പറയുന്ന പോലെ. കാർത്തികേ, സത്യങ്ങളൊക്കെ എനിക്കറിയാം. ദാ നിന്റെ അമ്മയ്ക്കും അറിയാം. ഇപ്പൊ നീ കാരണം തകരുന്നത് ഈ മാഡത്തിന്റെ ജീവിതമാണ്. അതിന് ഞങ്ങൾ സമ്മതിക്കില്ല. അവസാനിപ്പിച്ചേക്ക് നിന്റെ ഈ നാടകം. എന്നിട്ട് ഇറങ്ങി വാ ഞങ്ങളുടെ കൂടെ. ഇങ്ങോട്ട് വരാൻ വാ. ഇങ്ങോട്ട് വിടാൻ. ഇവളിപ്പോ എന്റെ സംരക്ഷണയിൽ കഴിയുന്നവളാ. എന്റെ അനുവാദം വേണം ഇവളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ. ഞങ്ങളെ മകളെ ഞങ്ങൾ കൊണ്ടുപോകുന്നതിന് നിങ്ങളുടെ അനുവാദം എന്തിനാ? വാടിയുടെ തൊട്ടുപോകരുത് അവളെ. നിങ്ങൾ ഇവളുടെ മാതാപിതാക്കളാണെന്ന് നിങ്ങൾ പറഞ്ഞ അറിവേ ഉള്ളൂ എനിക്ക്. എന്നെ ബോധ്യപ്പെടുത്തണം. എല്ലാ അർത്ഥത്തിലും നിങ്ങൾ ഇവളുടെ അച്ഛനും അമ്മയും ആണെന്ന് എന്നെ ബോധ്യപ്പെടുത്തണം. ബോധ്യപ്പെടുത്താനോ? തെളിവായിട്ട് ഇപ്പൊ എന്റെ കയ്യിലുള്ളത് ഇവളെ പ്രസവിച്ച എന്റെ ഗർഭപാത്രം. അതെടുത്ത് എനിക്ക് കാണിക്കാൻ പറ്റുമോ? പെറ്റിട്ടത് കൊണ്ട് മാത്രം അമ്മയാവില്ല, വളർത്തണം. നേര് ചൊല്ലിക്കൊടുത്ത് മക്കളായിട്ട് വളർത്തണം. നമുക്ക് പോവാൻ ശൈലജേ. ഇനി ഇങ്ങനെ ഇവിടെ നിന്നും മാനം കളയാൻ വയ്യ. പക്ഷെ കാർത്തികേ, ഒന്ന് നീ ഓർത്തോ, ഈ മാഡത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണീർ വീട്ടിയ പാവത്തിന് നീ കണക്ക് പറയേണ്ടി വരും ഈശ്വരന്റെ മുമ്പില് ജീവിതകാലം മുഴുവൻ. കണ്ണ എന്നെ ചതിച്ചല്ലേ. കണ്ണനോട് ഞാൻ ഇനി മിണ്ടില്ല, പൂജിക്കുകയും ചെയ്യില്ല. ചേട്ടാ പോവട്ടെ. അമ്മേ, അമ്മയെ ധിക്കരിച്ച് പറയല്ല. അമ്മ എടുക്കുന്ന തീരുമാനങ്ങളോട് ഒരു പരിധി വരെ എതിര് പറയുന്നവനല്ല ഞാൻ. പക്ഷെ ഇതിനെനിക്ക് മറുപടി കിട്ടിയേ തീരൂ. സത്യം എന്താന്ന് നല്ല വ്യക്തമായിട്ട് മനസ്സിലായിട്ടും ഇപ്പൊ കണ്ണടച്ചിരുട്ടാക്കലാണ് അമ്മ ചെയ്യുന്നേ. കാരണം എന്താ? ഈ ശാലിനോടുള്ള ദേഷ്യം. അമ്മയ്ക്ക് അവളെ ഉൾക്കൊള്ളാനാവുന്നില്ല. അത് തന്നെയല്ലേ സത്യം. ഇപ്പൊ അമ്മയ്ക്ക് വലുത് ഈ മകന്റെ സന്തോഷമല്ല, വാശിയാ. ശാലിനിക്ക് മുമ്പിൽ ജയിച്ച് കാണിക്കണമെന്നുള്ള അമ്മയുടെ ഒരിക്കലും തീരാത്ത വാശി. അതേടാ, അത് തന്നെയാടാ. എന്റെ മുന്നിൽ നിന്ന് ഇത്രയും സംസാരിക്കാൻ നിനക്ക് കിട്ടിയ ഊർജം ഇവള് തന്നതല്ലേടാ. ഇവള് തന്നത്.
എന്ന് നീ ഇവളെ കണ്ടുമുട്ടിയോ അന്നു മുതൽ തുടങ്ങിയതാണ് നിന്റെ കഷ്ടകാലം. ഇപ്പതാ ഇവളെ നീ തള്ളി പറയാൻ കാരണം ദേ ഇവളാ. വിഷ്ണു, നീ ഒന്നും ഓർക്കണം. നിന്നെ മാത്രം വിശ്വസിച്ച് ഇറങ്ങി വന്നവളാ കാർത്തിക. ഇവളുടെ കണ്ണീര് ഒരു തുള്ളി ഈ മുറ്റത്ത് വീണ നിന്റെ വരും തലമുറ അത് അനുഭവിക്കൂടാ. അമ്മേ, അമ്മോട് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? മിണ്ടരുത്, മിണ്ടരുത് നീ. നിനക്കിപ്പോ നിന്റെ കളക്ടർ ഭാര്യ പറയുന്നതാ വേദവാക്യം. വിഷ്ണു, ഒരു പ്രാവശ്യമെങ്കിൽ ഒരു പ്രാവശ്യം നീ ഈ പെൺകൊച്ചിന് ആശ കൊടുത്തിട്ടുണ്ടെങ്കിൽ നീ ഇവളെ കൈവിടരുത്. ഇവളെ കൈവിടാൻ ഞാൻ സമ്മതിക്കില്ലടാ. കാരണം ഇവൾക്ക് അഭയം കൊടുത്തത് ഞാനാ, സത്യഭാമ. മറിച്ചാണ് നിന്റെ തീരുമാനമെങ്കിൽ നിന്റെ മുൻപിൽ ഈ വീടിന്റെ പടിവാതിൽ എനിക്ക് അടച്ചിടേണ്ടി വരും. അതിന്റെ പേരിൽ 10 ദിവസം ആശുപത്രി ബെഡിൽ കിടക്കേണ്ടി വന്നാലും, അതല്ല ഞാൻ ഇനി മരിക്കേണ്ടി വന്നാ തന്നെ ഞാനത് ചെയ്യും വിഷ്ണു. എടാ, നീ എന്റെ ജീവന്റെ ഒരു ഭാഗം തന്നെയാ. ആ ഭാഗം എന്നിൽ നിന്ന് അടർത്തി മാറ്റാൻ ഞാൻ ഇവിടെ സമ്മതിക്കില്ല. വിഷ്ണുവേട്ടന്റെ നാവടപ്പിക്കാനുള്ള ബുദ്ധി സത്യാമ്മയ്ക്കുണ്ട്. ഇവർ ഒരു തരത്തിലും പിടിതരില്ല. അതെടി, എന്റെ മകൻ വിഷ്ണുവിന്റെ മനസ്സിൽ വിഷം കുത്തിവെച്ചത് നീയാണെന്ന് എനിക്കറിയാം. ഇനി ഇവൻ എന്റെ നേരെ ഉയർത്തുന്ന ഓരോ വാക്കിനും നിന്നെ ഞാൻ ശപിച്ചുകൊണ്ടിരിക്കും. അതായത് ഇവൻ എന്നെ എത്രത്തോളം വേദനിപ്പിക്കുന്നോ അതിന്റെ 10 മടങ്ങ് ഞാൻ നിന്നെ വെറുത്തുകൊണ്ടിരിക്കും. അതെന്റെ മരണം വരെ നിലനിൽക്കുകയും ചെയ്യും. വിളിച്ചോണ്ട് പോയി ഇവരെയെല്ലാം. ഈ കാർത്തിക ഉണ്ടല്ലോ ഇവിടെ തന്നെ ഉണ്ടാകും, വിഷ്ണുവിന്റെ ഭാര്യയായിട്ട്. സത്യമേ, മനസ്സുകൊണ്ട് ഒന്നിച്ചവരാ ഞാനും വിഷ്ണുവേട്ടനും. അഗ്നിപരീക്ഷയിൽ അഗ്നിസാക്ഷിയായി പരസ്പരം ഒന്നിച്ചു കഴിഞ്ഞോളാമെന്ന് പറഞ്ഞ് ഒത്തുചേർന്നവർ. ഞങ്ങളുടെ ഉള്ളിലെ പ്രണയം ഞങ്ങളുടേത് മാത്രമായിട്ടുള്ള അഹങ്കാരമായി നിലനിൽക്കുന്നിടത്തോളം കാലം ഒരു ശക്തിക്കും ഞങ്ങളെ വേർപെടുത്താനാവില്ല. ഇനി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ജീവിതം ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച്. ഇതാരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല, നടക്കുമെന്നുള്ള ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് പറയുന്നതാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.